സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം അതാ, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ഈ പണിയില്ലാത്ത ചെറുപ്പക്കാരാണ് മഹല്ലിന് പണി തരുന്നത്. അവരാണ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നത്. ഒരു പണിയില്ലാത്തവര് ബൈക്കേറ്റ് അങ്ങനെ നടക്കുകയാണ്, കാറുണ്ട്, പെട്രോൾ അടിച്ച് അങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നിപ്പോ എന്താ ചെയ്യുക, ഇന്നത്തെ അഡ്വഞ്ചർ എന്താ? ജോലി ചെയ്യണം ചെറുപ്പക്കാർ. ഈ മുതലാളിമാരെ മക്കളാണെങ്കിൽ പോലും ജോലി ചെയ്യണം. മുതലാളിമാരോട് പറയണം, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്തൊക്കെ ശരിയാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചിലവഴിച്ചോളി. പക്ഷെ മക്കൾക്കും തലമുറക്കും വേണ്ടി സമ്പാദിക്കണ്ട. മക്കൾക്ക് അവർ സമ്പാദിച്ചോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വത്തൊക്കെ ഒരടിച്ച് പൊടിച്ച് നശിപ്പിച്ചു. സമ്പത്തിന്റെ വില എന്താന്ന് മക്കൾക്ക് അറിയൂല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കല്ലേ. അപ്പൊ അതാ ചെയ്യേണ്ടത്. അവനവന്റെ ആവശ്യങ്ങളൊക്കെ തീർന്നിന് കുട്ടിയൊക്കെ എന്തെങ്കിലും ബാക്കി, അതൊന്നും നീ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണോ വാപ്പ പോയത്? അല്ല, നിങ്ങൾ അധ്വാനിച്ചില്ലേ, മക്കൾ അധ്വാനിക്കണം. അധ്വാനത്തിന് കൂലിണ്ട്. അള്ളാഹു ജോലി ചെയ്യാൻ പറയുന്ന ഹദീസാണ്, ആയത്താണിത്, പരിശുദ്ധ ഖുർആൻ. ജോലി ചെയ്യണം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു ഭൂമിയിൽ എമ്പാടും വെച്ചിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ജോബ്സ്. എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരായ ആരെവിടെ മീൻ പിടിക്കാൻ പോവാ? അതുകൊണ്ടാണ് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചിലർ പഠിക്കുന്ന എയറോനോട്ടിക്സ്, ചിലർ പഠിക്കുന്നത് ഫിസിയോതെറാപ്പി, ചിലർ പഠിക്കുന്നത് ഓട്ടോ മെക്കാനിസം. ഇങ്ങനെയൊക്കെ അള്ളാഹു ഓരോരുത്തർ, ചിലർ ടൈലറിങ്ങിന്, ചിലർ ഞാൻ കൂലിപ്പണി ജീവിച്ചോളാം. ഇവരൊക്കെ വേണ്ടേ ലോകത്ത്, എന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. സൂറത്തുൽ അഅറാഫ്, വജഅൽനാ ലക്കും ഫീഹാ മആയിഷ, നിങ്ങൾക്ക് ജോലി തന്നവൻ അല്ലാഹു അല്ലയോ. ഖലീലം മാ തശ്കുറൂൻ, കിട്ടിയ ജോലിക്ക് നന്ദി ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ കുറച്ചല്ലേ നന്ദി ചെയ്യുന്നുള്ളൂ. നമ്മൾ മലയാളികൾ എന്താ ചിന്തിക്കുക? പടച്ചോൻ എന്റെ മുതലാളിക്ക് കിട്ടണ പൈസ എത്രയാ ഒരു ദിവസം, അതിൽ നിന്ന് എനിക്ക് തരുന്ന ശമ്പളം ഇത്ര. ഈ മുതലാളി തീരെ ശരിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത്. തമിഴന്മാർ ചിന്തിക്കും, പടച്ചോനെ നമ്മൾ മുതലാളിക്ക് ரொம்ப പൈസ ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ശമ്പളം തരാൻ പറ്റുന്നത്, മുതലാളിൻ്റെ അടുത്ത് കായില്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലല്ലോ. നമ്മൾ ഇന്ത്യക്ക് ഈ മുതലാളിനെ അട്ടിമറിച്ച് അടുത്തൊരു പുതിയ ഷോപ്പ് അടുത്തന്നെ ഞാൻ തുടങ്ങും, 2 കൊല്ലം കഴിയട്ടെ, അല്ലേ? നിങ്ങൾക്ക് ജോലി കിട്ടിയതിനും ശമ്പളം കിട്ടിയതിനും നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശമ്പളം എണ്ണം കുറഞ്ഞു നല്ല വിഷയം. ജോലി ചെയ്യാൻ സാധിക്കാതെ മെഡിക്കൽ ടെസ്റ്റ് ഫെയിലാകുന്നവരില്ലേ? ജോലി ചെയ്യാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്നവരില്ലേ? നിനക്ക് ജോലി എത്ര കുറഞ്ഞ ശമ്പളമാണെങ്കിലും നീ അതിന് ശുക്ർ ചെയ്തോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. നിനക്ക് ജോലി തന്ന എംപ്ലോയർ, തന്റെ ജോലിക്കാരൻ, താൻ ഏത് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുവോ അവൻ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ, പടച്ചവനെ നീ ഇയാൾക്ക് ബറക്കത്ത് ചെയ്താലല്ലയോ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഖുർആൻ പറയാ, നിങ്ങൾക്കൊക്കെ ജോലി ഞാൻ തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ശുക്ർ ചെയ്യാറില്ല, നിങ്ങൾ അപ്പ പിടിക്കും കൂടി. അവിടെ പൂട്ടിക്കണം. ഈ തുറപ്പിക്കാൻ ആരാണ്ടാവുക? പിന്നെ പൂട്ടിക്കാൻ എല്ലാവരും ഉണ്ട്. ആരാ തുറപ്പിക്കുക? ഇവിടെ ജോലി വേണ്ടേ? ഫാക്ടറികൾ പ്രവർത്തിക്കണ്ടേ? ജോലി ഓപ്പർച്യൂണിറ്റീസ് വേണ്ടേ? പൂട്ടിക്കാൻ സമരം പിടിച്ച് നടന്ന് നാട്ടിലെ ജോലി സാധ്യതകൾ പൂട്ടിവെക്കലാണോ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്യേണ്ട നന്ദി? ഖലീലം മാ തശ്കുറൂൻ, ജോലി കിട്ടിയതിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലല്ലേ? അല്ലാഹു ചോദിക്കുക. ചെറുതും വലുതും ജോലിയുള്ളവർ നന്ദി ചെയ്തോളി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ. കിട്ടിയ ജോലിക്ക് അൽഹംദുലില്ലാ. ജോലി ഇല്ലാത്തവനും പറഞ്ഞു അൽഹംദുലില്ലാ. ഖലീലം മാ തശ്കുറൂൻ മിനദ്ദുനൂബി ദുനൂബ്. അപ്പോൾ ഓർമ്മ വരുന്നു, പണിയില്ലാത്തവരോട് ഇരിക്കുന്നുണ്ടല്ലോ ജോലി ഇല്ലാത്തവര്. അല്ലാഹു ഖൈറായ ജോലി തരട്ടെ. ജോലിയിൽ ടെൻഷൻ ഉള്ളവരുണ്ട്, ഭയങ്കര തലവേദന. ആ മാനേജർ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ. അവരുടെ ലൈൻ മാനേജറെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറെ കുറിച്ച്. ജോലിയിൽ ടെൻഷൻ, അതിനൊക്കെ കൂലുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ കൂലുണ്ട്. ചിലരൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ കരഞ്ഞിട്ടാ പോണത്. അപ്പേ എന്റെ അറബിയിലെടുത്തേക്കാൻ ഞാൻ പോണത്, പടച്ചോനെ തഫ്സീരിക്കാൻ ഞാൻ കയറാൻ പോണെന്ന്, അടുത്ത ലീവ് പെരുന്നാക്ക് 1/2 ദിവസം കിട്ടിയെങ്കിലായി. കരയാണ് ജോലിയിലെ പ്രയാസം ആലോചിച്ചിട്ട്. ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. മിനദ്ദുനൂബി ദുനൂബ് ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ. ഇങ്ങനെ മിനദ്ദുനൂബി ദുനൂബുൻ, തെറ്റുകളിൽ
ചില തെറ്റുകളുണ്ട്. ലാ യുകഫിറുഹാ, ആ തെറ്റ് പൊറുക്കപ്പെടണമെങ്കിൽ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ, ജോലി അന്വേഷിച്ച് ടെൻഷൻ അടിക്കലല്ലാതെ ആ തെറ്റ് പൊറുക്കപ്പെടാൻ വേറെ വഴിയില്ല. അങ്ങനത്തെ ചില തെറ്റുകളുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, 2 ഇന്റർവ്യൂ കഴിഞ്ഞു, ആരും വിളിച്ചിട്ടില്ല, തുടങ്ങി. പടച്ചറബ്ബേ, 3 ഇന്റർവ്യൂ കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇതുവരെ ജോലി ഓഫർ വന്നിട്ടില്ല. ഇങ്ങനെ ജോലിയെ കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് എത്രയോ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇനി എന്താ വേണ്ടത്? ഇന്ന മിനൽ ദുനൂബി ദുനൂബൻ മിനൽ ദുനൂബി ദുനൂബുൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ. ജോലി അന്വേഷിച്ച് നടക്കുകയാണ്, വിസക്ക് അപ്ലൈ ചെയ്തു, റിജക്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തു, ഫെയിൽ. ജോലി അപേക്ഷിച്ചു, റിജക്റ്റഡ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജോലിയില്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിക്കുന്ന മനസ്സിന്റെ വിഷമം, ആ വിഷമം കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റിന് പ്രായശ്ചിത്തം ഈ ടെൻഷനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ ടെൻഷൻ ഇല്ലെങ്കിൽ, മഈശത്തിനെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത പാപങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി. അപ്പൊ ഈ ടെൻഷൻ അടിച്ചത് ലാഭല്ലേ? ജോലി കിട്ടാതെ നടന്നത് ലാഭമാണ്, കിട്ടിയത് ലാഭമാണ്. എന്താണ് ഇസ്ലാം? ഇവരൊക്കെ ഇസ്ലാം പരിഗണിച്ചില്ലേ? ജോലി ഇല്ലാത്തവരെ പരിഗണിച്ചു, ഇന്റർവ്യൂക്ക് ഫെയിലായവനെ പരിഗണിച്ചു, ഇന്റർവ്യൂ കിട്ടിയവനെ പരിഗണിച്ചു, കച്ചവടക്കാരനെ പരിഗണിച്ചു, വാങ്ങുന്നവനെ പരിഗണിച്ചു. എല്ലാം ഇതല്ലേ അള്ളാഹുവിന്റെ ഇസ്ലാം? ഇതല്ലേ അള്ളാഹുവിന്റെ ദീൻ? എന്തൊരു അത്ഭുതമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ, സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതിലെ കടന്നുപോയി. മഹാനായ ഇമാം തബറാനി അവരുടെ 3 മആജിമിനെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. ഒരു ചെറുപ്പക്കാരൻ, നല്ല മസിലും ശരീരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ, 6 പാക്ക്. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ കൂലി കിട്ടുന്ന ഞാൻ പറയാൻ പോണത്. അതിനൊക്കെ കൂലുണ്ട്. ഇപ്പൊന്നറിയോ, നിങ്ങൾ അള്ളാന്റെ വഴിയിലാണ് ജിം ചെയ്താൽ നിങ്ങൾ പിശാചിന്റെ വഴിയിലാണ് ചില നേരത്തെ. അത് എപ്പോഴാണെന്ന് പറഞ്ഞിരുന്ന ഹദീസാണിത്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിൽ നിങ്ങൾ കടന്നുപോയി. ഇതൊക്കെ നമുക്ക് പഠിക്കാനല്ലേ അള്ളാഹു അത്തരം ഹദീസുകളുടെ സാഹചര്യം സൃഷ്ടിച്ചത്? ഒരു ചെറുപ്പക്കാരൻ, നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ. അത്യാവശ്യം മസിലൊക്കെ ഉണ്ടാകുമ്പോൾ ടീഷർട്ടിന്റെ കൈയിന്റെ അതൊക്കെ ഇതുവരെ അങ്ങനെ ചുരുങ്ങിപ്പോകും. പിന്നീട് മുട്ട് വരെ ഒന്നും മറക്കൂല. ആ മസിൽ കാണണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്തൊക്കെയും ഈ കോഴിമുട്ടയും പാലും കുറിച്ചൊക്കെ വെറുതെ ആയി പോവില്ലേ എന്നാണ് വിചാരം. ആ മസിലിങ്ങനെ കാണിക്കുമ്പോ കൽബിലൊരു കുളിർമ വരുന്നുണ്ടോ? അതുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കിബിർ. ചെയ്യണ്ട, എന്റെ മസിൽ തിരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു എൻഫീൽഡ് ബുള്ളറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോ എനിക്കായിട്ട് പഠിച്ചതിന്റെ കമ്പനി, ഞാൻ തന്നെ അതേ ഇരിക്കേണ്ടത്, എന്റെ തടി മണ്ണോ എന്റെ മസിലിനൊക്കെ പറ്റിയത് തന്നെ എന്ന് തോന്നുന്നുണ്ടോ? അഹങ്കാരം എന്നതിന്റെ പേര്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് തോന്നണ്ട. മസിലൊക്കെ ഉണ്ടായിക്കോട്ടെ, കൽബ് അള്ളാഹുവിനെ കൊടുക്കുക, അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ മനുഷ്യന്മാര് പലതും പറയുമല്ലോ. നമ്മൾ മുമ്പ് കൂടെ നല്ല മസിലൊരു ചെറുപ്പക്കാരൻ പോയി നമ്മൾ പല ഡയലോഗും പറയില്ല. ഇരുന്നോലൊക്കെ മോന്റെ ഒരു മസില്, മോന്റെ വിചാരം ഇപ്പൊ വലിയ സംഭവമാണ്, പഞ്ച ഒളിച്ചു പോകും എന്റെ മസില്, ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ പറയൂലേ. സ്വഹാബത്ത് അത്രയൊന്നും പറഞ്ഞിട്ടില്ല. അവരെന്താ പറഞ്ഞെന്നറിയോ? അപ്പൊ സ്വഹാബികൾ ഒരു വാക്ക് പറഞ്ഞു, ഭയങ്കര രസകരമായ ഹദീസ്. വൈഹു ഹാദാ ലൗ കാന ശബാബുഹു വജലദുഹു ഫീ സബീലില്ലാഹ്. എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? ഇവന്റെ ഈ മസിലും ഇവന്റെ ഈ മസിലുകളും ഇവന്റെ ആരോഗ്യവുമൊക്കെ അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? ഈ മസിൽ കാണിച്ച് നടക്കുന്ന ഇവനൊക്കെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിന് വന്നാലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ എന്നൊക്കെ. അത് ആ സാഹചര്യങ്ങളാണ്, യുദ്ധമുള്ള കാലമാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, മസിൽ കാണിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വരണ്ടേ. തങ്ങളിത് കേട്ടു. ഇങ്ങനെ നല്ല മസിലുള്ള ഒരാൾ പോയി ഇവരൊക്കെ പറഞ്ഞു, ഈ മസിലൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? നബി തങ്ങൾ പറയുകയാണ്, ലാ തഖൂലു ഹാദാ, നിങ്ങളിത് പറയരുത് സ്വഹാബത്തെ. ഫഇന്നഹു, ഈ ചെറുപ്പക്കാരൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഇൻ കാന യസ്ആ അലാ നഫ്സിഹി ലിയകുഫഹാ അനിൽ മസ്അല യുഗ്നിഹാ അനിൻ നാസ്, ആളുകളോട് യാചിച്ചു നടക്കാതെ സ്വന്തമായൊരു ജോലി ചെയ്ത് സമ്പാദിക്കാനാണ് ഇവൻ ഈ പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഇവൻ പോകുന്നത്? സ്വന്തം അധ്വാനിക്കാനാണ്. അധ്വാനിക്കാതെ നടന്ന ഇവനെ നാട്ടുകാർ നോക്കണ്ടേ?
ആളുകൾക്ക് ഭാരമായില്ലേ? യാചന ഇല്ലാതിരിക്കാൻ, ആളുകൾക്ക് ഭാരമാവാതിരിക്കാൻ, സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ളത് വാങ്ങാൻ, അവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, അവന്റെ വസ്ത്രം, ഇതിനൊക്കെയുള്ള കാശുണ്ടാക്കാൻ അവൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി. ഇനി പറഞ്ഞു കൊടുത്തു, ഇൻകാന യസ്ആ അലാ അബവൈനി ളഈഫൈൻ, വളരെ പാവപ്പെട്ട പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരിക്കെ ആ ഉമ്മാക്കും വാപ്പാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുക്കാൻ ജോലി ചെയ്യാൻ പോയ ചെറുപ്പക്കാരനാണെങ്കിലോ, നിങ്ങൾ പറയാ, വെറുതെ ഇങ്ങോട്ട് പറയില്ലേ, അയാളുടെ നിയ്യത്ത് എന്താ നിങ്ങൾ അറിഞ്ഞോ? അയാളെ വീട്ടിൽ ചിലപ്പോൾ വയസ്സായ ഉമ്മയും വാപ്പയും കാണും, അവരെ നോക്കാൻ ജോലിക്ക് ഇറങ്ങിയതായിരിക്കും. വളരെ ദുർബലരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരിക്കും, ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ആണ് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് സുഹാബത്തെ, അവൻ യുദ്ധം ചെയ്യുന്ന സുഹാബത്തിന്റെ കൂലിയിൽ തന്നെയാണ്. ഇനി അടുത്ത് പറയണം, ശ്രദ്ധിക്കാം. ഇനി ഇവൻ പുറത്തിറങ്ങുന്നത് ആളുകൾക്ക് തന്റെ മസില് കാണിച്ചു കൊടുക്കാനാണെങ്കിൽ, എനിക്ക് കുറെ ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനും പൊലിമ കാണിക്കാനുമാണ് പുറത്തിറങ്ങിയത് എങ്കിൽ അവൻ പിശാചിന്റെ വഴിയിലാണെന്ന് റസൂലുള്ളാഹ്. അത്രേ പ്രശ്നമുള്ളൂ. മസിലിനൊന്നും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ പിന്നാലെ നടക്കാൻ ഈ മസിൽ ഉപയോഗിക്കല്ലേ, ആളുകളെ കാണിച്ച് ഞെട്ടിക്കാനും നടത്തല്ലേ, ഞാൻ ആരോഗ്യമുള്ള ആളാണെന്ന് നാട്യം, ഇതിന് നീ നടക്കല്ലേ, അതൊക്കെ പിശാചിന്റെ വഴിയാണ്. നിനക്ക് മസിലുണ്ടായി, ജോലി ചെയ്യാനാണ് നീ എക്സർസൈസ് ചെയ്ത്, ജോലി ചെയ്യാനാണ് നീ ഇതൊക്കെ ഈ പോക്ക് പോകുന്നത്, നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ നീ ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന ജിഹാദിന്റെ കൂലിയുള്ള പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം